കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലെ 88 സീറ്റുകളാണ് നാളെ ബൂത്തിലെത്തുന്നത്. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. 2019 ഈ 88 സീറ്റുകളിൽ 62 സീറ്റുകളും NDAയ്ക്കൊപ്പമായിരുന്നു. കേരളത്തിലെ 20 സീറ്റുകൾ, കർണാടക 14, രാജസ്ഥാൻ 13, UP, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 8 വീതം സീറ്റുകളും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്നത് ഈ 5 സംസ്ഥാനങ്ങളിലാണ്. മധ്യപ്രദേശിൽ 6 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ബീഹാർ, അസം എന്നിവിടങ്ങളിൽ 5 വീതം സീറ്റുകളിലേക്കും ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ 3 വീതം സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ത്രിപുര, ജമ്മുകശ്മീർ, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. 88 സീറ്റുകളിലായി 1206 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കർണാടകയിലാണ് കോൺഗ്രസിന് പ്രതീക്ഷകളേറെയും. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ BJP നല്ല ആത്മവിശ്വാസത്തിലാണ്. ഒന്നാം ഘട്ടത്തിന് സമാനമായി രണ്ടാം ഘട്ടത്തിലും പോളിംഗ് കുറയുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കനത്ത ചൂട് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തെ ബാധിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. എന്നാൽ ഉത്തരേന്ത്യയിലടക്കം നാളെ ഉഷ്ണതരംഗത്തിന് സാധ്യതയില്ലെന്നാണ് അറിയിപ്പ്. ഇത് പോളിംഗ് ഉയർത്തുമെന്നാണ് പാർട്ടികളുടെ പ്രതീക്ഷ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്നതോടെ 543-ൽ 183 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയാകും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.